ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാരായണീയത്തിൽ ദശകം 2 ശ്ലോകം 9 നോക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ മുഴുവൻ കാണുക, കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വേണ്ടത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ശ്ലോകം 9 ദശകം 2 ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തി യോഗമാണ് കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും സ്വാധീയസിയും ശ്രേയസിയുമാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ശ്ലോകം 9 ദശകം 2 അത്യായാസകരാണി കർമ്മപടലാനി ആചാര്യ നിർയന്മല ബോധേ ഭക്തിപദേ അഥവാപ്യുജിതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനാ ചിത്താർദ്ധത്വം ഹൃദേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരേ. ഒരിക്കൽ കൂടെ ചൊല്ലാം. അത്യായാസകരാണി കർമ്മപടലാനി ആചാര്യ നിർയന്മല ബോധേ ഭക്തിപദേതവാപ്യുജിതാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനാ ചിത്താർദ്രത്വം ഹൃദേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരേ. അപ്പോൾ നമ്മൾ ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കുറച്ച് കട്ടിയുള്ള പദങ്ങൾ തന്നെയാണ്. മേൽപ്പത്തൂർ എന്ന് പറയുന്ന മഹാഗുരുവിൻ്റെ ആ ഒരു സംസ്കൃത പാണ്ഡിത്യം എന്ന് പറയുന്നത് അത് എത്രയോ ഉത്കൃഷ്ടമാണ്. അതുകൊണ്ടാണ് നമുക്കത് വായിച്ചാലും അത് വായിക്കുമ്പോഴും ഒക്കെ ആ ഒരു പദങ്ങൾ വളരെ മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് നിത്യേനയുള്ള നമ്മുടെ പാരായണം കൊണ്ട് അത് എളുപ്പമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഇതിലും ഈ ശ്ലോകത്തിലും പറയുന്നത് ഈ നമ്മൾ വളരെ പ്രയാസമുള്ള അത്യായാസകരമായിട്ടുള്ള കർമ്മ മാർഗം അത് ആചരിച്ചിട്ട് മാലിന്യം നശിച്ചവരായിട്ട് നമ്മൾ ജ്ഞാനമാർഗത്തിനോ ഭക്തിമാർഗത്തിനോ വേണ്ടാത്ര യോഗ്യത നേടുന്നു. അതുകൊണ്ട് എന്ത് ഫലം എന്ന് ചോദിക്കുന്നു. പിന്നെ പറയുന്നു, മറ്റു ചിലരാകട്ടെ വേദാന്ത ചർച്ചകളിൽ ക്ലേശിച്ചിട്ട് ചിത്ത ആർദ്രതയില്ലാതെ ഭഗവാന്റെ വപുസിനെ ധ്യാനിച്ച് അനേക ജന്മങ്ങൾ കൊണ്ട് സിദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ പലരും നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ വേണം, മറ്റ് മതങ്ങളെ പോലെ നമ്മുടെ മതങ്ങൾ ഒരു രീതി മാത്രം സ്വീകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നമുക്ക് എന്താണോ നല്ലത്, ഒരുപാട് മാർഗങ്ങളുണ്ട്. ലക്ഷ്യം ഒന്നാണെങ്കിലും ഒരുപാട് മാർഗങ്ങളുണ്ട്. എങ്ങനെയാണോ 4 ഭാഗത്തും പടവുകളുള്ള ഒരു കുളം, ആ 4 ഭാഗത്ത് കൂടെ ഇറങ്ങിയാലും കുളത്തിൻ്റെ നടുവിലെത്താം. അതുപോലെയാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു കുളത്തിലെത്താൻ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. ഭക്തിമാർഗം സ്വീകരിക്കാം, ജ്ഞാനമാർഗം സ്വീകരിക്കാം, കർമ്മമാർഗം സ്വീകരിക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, കർമ്മമാർഗമാണ് ജ്ഞാനമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും അതുപോലെ കർമ്മമാർഗത്തെയുംക്കാൾ ശ്രേഷ്ഠമെന്ന്, ഭക്തിമാർഗമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. കാരണം അതാണ് ആയാസമില്ലാത്തതും അതുപോലെ തന്നെ സ്വാദു പതേ പതേ എന്ന് പറയുന്ന പോലെ സ്വാധീയസിയും ശ്രേയസിയുമായിട്ടിരിക്കുന്നത് എന്ന് ഉള്ള ഒരു അറിവാണ് നമുക്ക് മേൽപ്പത്തൂർ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കർമ്മമാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യന്തം ആയാസകരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കർമ്മപദത്തിലൂടെ മുന്നേറിക്കൊണ്ട് ഭഗവാനിൽ യോഗം ചേരുക, കർമ്മയോഗം, അത് വളരെ കഷ്ടമാണെന്നും ഒരുപാട് പ്രയാസങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു ചേരും.
ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഫലമായിട്ട് വീണ്ടും വീണ്ടും കർമ്മങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഈ കർമ്മങ്ങൾ നിരവധിയാണ് എന്നും അത് അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കർമ്മത്തിലൂടെ വരുന്നതാണ് ഷഡ്വൈരികൾ എന്ന് പറയുന്ന കാമക്രോധം ലോഭമോഹ മത മാത്സര്യങ്ങൾ. അതതിൻ്റെ കൂടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിനെ നശിപ്പിച്ച് മനസ്സ് നിർമ്മലമാകുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇതിനെല്ലാം നശിപ്പിക്കണം. അപ്പോൾ കർമ്മത്തിലൂടെയാണ് നമുക്ക് ഈ കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങൾ ഉള്ളിൽ അത് കൂടുതലായിട്ട് നമുക്കത് അനുഭവപ്പെടുകയും അതിനെയും മുഴുവനും നശിപ്പിച്ചാൽ മാത്രമേ മനസ്സ് നിർമ്മലമാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിർമ്മലമായ മനസ്സുകൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുകയുള്ളൂ എന്നും ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ കടക്കാനുള്ള അർഹത അപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഈ കർമ്മത്തിലൂടെ ജ്ഞാനമാർഗത്തിലേക്കും അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലേക്കും നമുക്ക് വരാനും കഴിയും എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരാണെങ്കിൽ തർക്കപദത്തിൽ ഏർപ്പെടുന്നു. അതായത് ജ്ഞാനം നേടിക്കൊണ്ട് പ്രപഞ്ചശക്തി, പ്രകൃതി, മനുഷ്യ ശരീരം, ഇന്ദ്രിയ വ്യാപാരങ്ങൾ ഇതെല്ലാം അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും ഇതിഹാസങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ആധാരമാക്കി മനനം ചെയ്തുകൊണ്ട് ഇതൊക്കെ എന്താണ് എന്ന് ചർച്ച ചെയ്യുകയും ഭഗവാന്റെ ബ്രഹ്മത്തെ അല്ലെങ്കിൽ വപുസിനെ കുറിച്ച് അറിയുന്നു. ബ്രഹ്മരൂപമായ വപുസിനെ കുറിച്ച് അറിയുന്നു. ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോൾ ബ്രഹ്മരൂപമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു വിഗ്രഹമോ ഒന്നുമല്ല. അപ്പോൾ ബ്രഹ്മരൂപമാണ് ഭഗവാന്റെ വപുസ്, അല്ലെങ്കിൽ വപുസ് എന്ന് പറയുമ്പോൾ ശരീരം. ആ ബ്രഹ്മരൂപമായ ഭഗവാന്റെ വപുസിനെ അറിയുന്നു. ഇത്രയും ജ്ഞാനമാർഗങ്ങളിലൂടെയും അറിയുന്നു. എന്നാൽ ഭഗവാൻ നിർഗുണനാണ്, ഭഗവാന് രൂപമില്ല, ഭഗവാന് ആകൃതിയില്ല. അങ്ങനെയുള്ള ഭഗവാനെ കാണാനോ മറ്റും അതിനെക്കുറിച്ച് അറിയാനോ ഉള്ള അവബോധം മാത്രമേ നമുക്ക് ഉണ്ടാവാനിടയുള്ളൂ. അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു അവബോധമാണ് ഉണ്ടാവേണ്ടത്. കാരണം അതാണ് ആ ഒരു ബോധശക്തിയാണ് ശരിക്കും ഭഗവാൻ എന്ന് പറയുന്ന അനന്ത ബോധശക്തിയാണ്. നമുക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ സംസാരിക്കുന്നു എന്ന് ഉള്ളൊരു ബോധം നമുക്കുണ്ടല്ലോ, ആ ഒരു ബോധവും കൂടെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭഗവാൻ. ആ അവബോധം നമ്മളെ അതുപോലും ഭഗവാനാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അവബോധം നമ്മളെ ആനന്ദ അനുഭൂതിയിലേക്കും അതുപോലെ കൈവല്യത്തിലേക്കും നയിക്കും. കൈവല്യം മോക്ഷം എന്ന് പറയാം, മുക്തി എന്ന് പറയാം. അപ്പോൾ അതൊരു ആനന്ദമാണ്. കൈവല്യം എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ആനന്ദ അനുഭൂതിയാണ്. അപ്പോൾ മോക്ഷവും അതുതന്നെയാണ്. ആ മോക്ഷത്തിലേക്കും ഒക്കെ നയിക്കുമ്പോൾ പക്ഷേ ഇത് നേടിത്തരാൻ അനേക ജന്മങ്ങൾ ആവശ്യമാണ്. ഈ ജ്ഞാനമാർഗത്തിലൂടെയും കർമ്മമാർഗത്തിലൂടെയും ഒക്കെ ചരിക്കാൻ അനേക ജന്മങ്ങൾ എടുത്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി ഭഗവാന്റെ യഥാർത്ഥ ബ്രഹ്മസ്വരൂപത്തിൽ അതിനെ അറിയുകയും അതിൽ ലയിക്കുകയും ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കർമ്മമാർഗങ്ങളുടെ ഒക്കെ പ്രയാസം, ജ്ഞാനമാർഗവും കർമ്മമാർഗവും വളരെ ക്ലേശമാണ് എന്ന് മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭക്തിമാർഗം ശ്രേഷ്ഠമാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞത്. അത് ഭക്തിമാർഗം സ്വാധീയസിയും ശ്രേയസിയുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒന്നും കൂടെ എടുത്തു നോക്കാം. അത്യായാസകരാണി കർമ്മപടലാന്യാചാര്യനിര്യന്മല ബോധേ ഭക്തിപദേ അഥവാ അഭി ഉചിതാദാം ആയാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരേ. ഒരിക്കലൂടെ പറയാം. അത്യായാസകരാണി കർമ്മപടലാന്യാചാര്യനിര്യന്മല ബോധേ ഭക്തിപദേധവാ അപ്യുചിതതാം ആയാന്തി കിം താവതാം ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ
വിചിന്യ ബഹുബി സിദ്ധ്യന്തി ജന്മാന്തരൈഹി. അപ്പോൾ എന്താണ് പറയുന്നത്? അതിൽ വാക്കുകൾ അന്വയം നോക്കാം. അന്വയം എന്ന് പറയുമ്പോൾ പിരിച്ച് പറയുന്നതിനെയാണ് അന്വയം എന്ന് പറയുക. ഇപ്പോൾ സംസ്കൃത പദങ്ങളൊക്കെ എപ്പോഴും 2, 3, 4 പദങ്ങളൊക്കെ ചേർത്ത് ഒരു വലിയ പദമായിട്ട് നമുക്ക് തോന്നും. അത് അങ്ങനെ പിരിക്കുമ്പോൾ മാത്രമേ ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എന്താണത്? അന്വയം പറയുന്നത് കേജിത് ചിലർ അത്യായാസകരാണി വളരെ ആയാസകരങ്ങളായ ബുദ്ധിമുട്ടുള്ള കർമ്മപടലാനി കർമ്മപടലങ്ങളെ ആചരിച്ചിട്ട് നിർയന്മല മലം എന്ന് പറയുമ്പോൾ മാലിന്യം, മനസ്സിലെ മാലിന്യം, അഴുക്ക്, പാപം എന്നൊക്കെ പറയാം. നിർയന്മല ആ മാലിന്യം, നിർയന്മല അഴുക്ക്, പാപം, മാലിന്യം നശിച്ചവരായിട്ട്. എന്താണ് മനസ്സിലെ മാലിന്യം? രാഗദ്വേഷാദി ഗുണങ്ങളാണ്, രാഗദ്വേഷങ്ങളാണ് മനസ്സിലെ മാലിന്യങ്ങൾ. അത് നശിച്ചവരായിട്ട് ബോധി ജ്ഞാനമാർഗത്തിലോ അഥവാ അല്ലെങ്കിൽ ഭക്തിപദേ അഭി ഭക്തിപദത്തിലോ ഉചിതതാം ആയാന്തി യോഗ്യതയെ പ്രാപിക്കുന്നു. താവതാക്യം അതുകൊണ്ട് എന്ത് ഫലം? അന്യേ മറ്റു ചിലർ വീണ്ടും തർക്കപദത്തിൽ വേദാന്താദി ചർച്ചയിൽ ക്ലേശിച്ചിട്ട് ചിത്താർദ്രത്വം ഹൃദയം ചിത്തം മനസ്സിന് ആർദ്രത ഇല്ലാതെ നെന്തിരുവടിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ബ്രഹ്മാഖ്യം, ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന ആഖ്യം പറയപ്പെടുക, ബ്രഹ്മാഖ്യം എന്ന് പറയപ്പെടുന്ന പരമമായ വപു ശരീരം എന്നാണ് അർത്ഥം. ചിന്തിച്ചിട്ട് ബഹുബി ജന്മാന്തരെ അനേകം ജന്മങ്ങളാൽ സിദ്ധിയെ പ്രാപിക്കുന്നു. ഇതാണ് ഞാൻ ഇപ്പം നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു. അതിൻ്റെ പദങ്ങൾ എങ്ങനെയാണ് പിരിച്ച് നോക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞത്. അത്യന്തം ആയാസകരങ്ങളായ കർമ്മപടലങ്ങളെ ആചരിച്ചിട്ട് മാലിന്യം നശിച്ചവരായിട്ട് ജ്ഞാനമാർഗത്തിനോ ഭക്തിമാർഗത്തിനോ വേണ്ട യോഗ്യത നേടുന്നു ആളുകൾ. പക്ഷേ മറ്റു ചിലരാകട്ടെ, അപ്പോൾ ചിലർ അങ്ങനെ കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും ചലിക്കുന്നു. ചിലർ തർക്ക പദത്തിൽ വേദാന്ത ചർച്ചകളിൽ ഇടപെട്ട് മനസ്സിനെ ക്ലേശിപ്പിച്ച് ചിത്തത്തിന് ആർദ്രതയില്ലാതെ എന്ന് പറയുമ്പോൾ തർക്കശാസ്ത്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വളരെ കഠിനമായിട്ടൊക്കെ പലതും ഖണ്ഡിക്കേണ്ടി വരും. അങ്ങനെ ചിത്തത്തിന് ആർദ്രത നഷ്ടപ്പെടുന്നു. അലിവില്ലാത്ത ചിത്തത്തോടുകൂടി മനസ്സോടുകൂടി ഭഗവാന്റെ ബ്രഹ്മാഖ്യമായ ഭഗവാന്റെ ആ ഒരു വപുസിനെ അല്ലെങ്കിൽ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് അനേക ജന്മങ്ങൾ കൊണ്ട് മാത്രമേ സിദ്ധിയെ പ്രാപിക്കുന്നുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഭക്തിമാർഗത്തിൻ്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. ഇവിടെ 2 മാർഗങ്ങളെ അതിൻ്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ എടുത്തു പറയുന്നു. പിന്നെ കർമ്മമാർഗത്തിനും അധികം ആയാസമുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകണമെന്നും അനേകം ജന്മങ്ങളെടുക്കും ഭഗവാനെ അറിയാനെന്നും പറയുന്നുണ്ട്. എന്നാൽ ജ്ഞാനമാർഗത്തിനും അതും അത്രയ്ക്ക് എളുപ്പമല്ല എന്നും മനസ്സിന് ഒരുപാട് ക്ലേശങ്ങൾ അത് നൽകുന്നു എന്നുമുള്ള ഒരു അറിവാണ് ഇവിടെ നമുക്ക് പിന്നെ മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ഒരു ശ്ലോകം ചൊല്ലാം. ശ്ലോകം 9, ദശകം 2, ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന ഈ ഒരു ദശകം. അത്യായാസകരാണി കർമ്മപടലാന്യാചാര്യ നിർയന്മല ബോധേ ഭക്തിപദേ അഥവാ അപ്പി ഉചിതാദാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വഭുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരൈഹി. അങ്ങനെ നമ്മൾ ഈ ഒരു ദശകം 2-ലെ 9ാമത്തെ ശ്ലോകത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദഹാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ശ്ലോകം മേൽപ്പത്തൂരിന് സമർപ്പിക്കുന്നു, ഭഗവാന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നന്ദി, നമസ്കാരം.
കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഓം തത്സത്. നന്ദി, നമസ്കാരം.